ഇവൻ ഇവിടെ കണ്ണുനട്ട് കാത്തിരിക്കുന്നത് ഞാനിത് ഇവിടെ മീൻ നേരെയാക്കുന്നുണ്ട്. അതും കണ്ടിച്ചാണ്. നമ്മുടെ മുറ്റത്തുള്ള കുട്ടി കൃഷിയിൽ ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. അത് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് അറിയാം. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയൊക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഒരു തക്കാളി പറിച്ചിട്ടുണ്ട്. ഈ തക്കാളി ഈ ചെടിയിൽ ഇങ്ങനെ കിടക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു റെഡ് കളറായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 2 വഴുതനയും പറിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളകും ആയിട്ടുണ്ട്. കുറച്ച് സ്ഥലമേ ഉള്ളൂ, എന്നാൽ ഉള്ള സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിൽ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ ഒടുക്കത്തെ ടേസ്റ്റും ആയിരിക്കും. നമ്മുടെ പറമ്പിൽ തന്നെ പറിച്ചുകൊണ്ടാവേ. അപ്പോൾ എല്ലാം പറിച്ചെടുത്ത് വരുമ്പോഴേക്ക് വെയിലത്ത് നല്ലോണം മുഷിഞ്ഞ് അപ്പോഴേക്ക് അമ്മ നല്ല തണുത്ത നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചപ്പോഴാണ് കുറച്ചൊരു ആശ്വാസമായത്. യാമിക്കുട്ടി നല്ല ഉറക്കമാണ്. അപ്പോൾ കയ്യോടെ മീനൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കറിയാക്കാനും ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫ്രൈ കൂടെ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കി വെക്കുകയാണ്. കറി അവിടെ ആവുന്ന സമയം കൊണ്ട് തന്നെ ഫ്രൈയും ഇവിടെ ആയിക്കോളുമല്ലോ. ഈ ഒരു ഓയിൽ ബോട്ടിൽ ഭയങ്കര ഉപകാരമാണ്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക, ഇതുപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് അവൈലബിൾ ആണെങ്കിൽ ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ. അങ്ങനെ നമ്മുടെ മീൻ കറിയും മീൻ ഫ്രൈയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയരച്ച മീൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോഴേക്ക് അമ്മ വന്നിട്ട് നമ്മൾ നേരത്തെ പറിച്ച് വെച്ച വഴുതന ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ പച്ചമുളകും പറിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പച്ചമുളകും വഴുതനയും പിന്നെ ഉപ്പും മഞ്ഞളും ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. ഇതൊക്കെ ഇട്ടിട്ട് ഒരു ഓലൻ പോലെ കുറച്ച് ലൂസാക്കി എടുക്കുക. വറവ് പോലെ ആക്കിയത് ലൂസാക്കുക. അതാണ് അമ്മേൻ്റെ ഫേവറേറ്റ്. അപ്പോഴേക്ക് ഇതാ യാമിക്കുട്ടി ഉറങ്ങി എണീറ്റ് വന്നിട്ടുണ്ട്. ഓലൻ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നനച്ച് കൊടുത്താൽ മതി. വഴുതന ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവുന്ന ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.